Good morning, dear friends. We have discussed about the ecosystem, its definition, various concepts regarding the development of an ecosystem, interaction in an ecosystem, and assessment of an ecosystem. Ecosystem is a dynamic state and it is continuously evolving. നമുക്കൊരിക്കലും പറയാനാവില്ല ഒരു ഇക്കോസിസ്റ്റം അതിൻ്റെ പരിണാമം അല്ലെങ്കിൽ വളർച്ച പൂർത്തിയാക്കി എന്ന്. അവിടെ എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഈ മാറ്റങ്ങളാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് ജീവൻ നൽകുന്നത്. ഒരു കമ്മ്യൂണിറ്റിയുടെ പുരോഗതി എന്ന് പറയുന്നത് ഈ ഇൻട്രാക്ഷൻസും അവയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളുമാണ്. കമ്മ്യൂണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോട്ടിക് കമ്മ്യൂണിറ്റിയാണ് എന്നോർക്കുക. ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ഈ ചേഞ്ചസ് ഇക്കോസിസ്റ്റത്തെ ബാധിക്കും, ഇക്കോസിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. ആ ഇക്കോസിസ്റ്റത്തിൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഇക്കോസിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ, ചേഞ്ചസിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഇക്കോസിസ്റ്റം ഒരിക്കലും പരിപൂർണമായും ബാലൻസ്ഡ് ആണെന്നോ സ്റ്റേബിൾ ആണെന്നോ പറയാൻ പറ്റില്ല. നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത് ഇറ്റ്സ് എ സ്റ്റേബിൾ സെൽഫ് സസ്റ്റൈനബിൾ സിസ്റ്റം എന്നൊക്കെയാണ്. എങ്കിലും അവിടെ എനർജി ഇൻപുട്ടുണ്ട്, മെറ്റീരിയൽ സൈക്ലിംഗ് ഉണ്ട്, മെറ്റീരിയൽ ലോസ് ഉണ്ട്, പോപ്പുലേഷൻ ചേഞ്ചസ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, അല്ലേ, ഇൻ ടു ദ ഇക്കോസിസ്റ്റം ആൻഡ് ഔട്ട്സൈഡ് ദ ഇക്കോസിസ്റ്റം മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റിനെ പഠിക്കാൻ സാധിക്കും. എവിടെയാണ് ആ ഇക്കോസിസ്റ്റം രൂപപ്പെട്ടു തുടങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കും. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതാണ്, ഇക്കോളജിക്കൽ സക്സഷൻസ്. അതായത് എവിടെയാണ് ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്, അത് എങ്ങനെയാണ് പരിണമിക്കുന്നത്, എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, എവിടം വരെയാണ് അതിൻ്റെ ഗ്രോത്ത് സംഭവിക്കുക, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. അത് നമ്മൾ പറയുന്നത് ഇക്കോളജിക്കൽ സക്സഷൻ എന്നാണ്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് മാറി മാറി ഇക്കോളജിക്കൽ ഗ്രൂപ്പുകൾ, ഇക്കോളജിക്കൽ അഡാപ്റ്റഡ് ഓർഗാനിസംസ്, ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് സക്സസീവ്ലി ചേഞ്ച് ആൻഡ് റീച്ച് എ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതായിരിക്കും ഏറ്റവും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അവിടെ എല്ലാ കമ്പോണൻസും വെൽ ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. ഈ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല എന്നില്ല. ഡീഗ്രഡേഷൻ സംഭവിക്കാം, സെക്കൻഡറി സക്സഷൻസ് ഉണ്ടാവാം. എങ്കിലും ഒരു നോർമൽ കോഴ്സ് ഓഫ് ഇവൻറ്റ് എന്ന നിലയിൽ നമുക്ക് ഈ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയുടെ ഫോർമേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെ, അത് ക്ലൈമാക്സിലേക്ക് എത്തുന്നത് എങ്ങനെ എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. സോ വി മൂവ് ഓൺ ടു ദ ഇക്കോളജിക്കൽ സക്സഷൻ. ഇക്കോളജിക്കൽ സക്സഷൻ നമുക്ക് രണ്ട് തരമുണ്ട് എന്ന് പറയാം. വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന്, പൂർണ്ണമായും പുതിയ ഒരു സ്ഥലത്തുണ്ടാകുന്ന ഇക്കോളജിക്കൽ സക്സഷൻ. അതിന് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് പറയും. അതായത് നേരത്തെ ജീവൻ നിലനിന്നിട്ടില്ലാത്ത ഒരു സ്ഥലത്ത്, അഥവാ ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ ജീവൻ നിലനിന്നിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പുതുതായി ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് പറയും. സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നതും വെൽ എസ്റ്റാബ്ലിഷ്ഡോ അല്ലാതെയോ ആയ ഒരു കമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നതും, എന്നാൽ എന്തെങ്കിലും കാരണത്താൽ അവിടുത്തെ കമ്മ്യൂണിറ്റി സ്ട്രക്ചറിന് മാറ്റം സംഭവിച്ച് ശിഥിലമായി പോയി, കമ്മ്യൂണിറ്റി ഇല്ലാതായി തീർന്നു, അവിടെ പുതുതായിട്ട് വീണ്ടും കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതോ. ഇത് രണ്ടും ഒരേ പ്രോസസ്സാണ് എന്ന് നമുക്കറിയാം, പക്ഷേ രണ്ട് സാഹചര്യങ്ങളിലാണ്. ഇങ്ങനെ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നിടത്ത് വീണ്ടും ഡെവലപ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുക സെക്കൻഡറി സക്സഷൻ എന്നാണ്. ദ സെക്കൻഡറി സക്സഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റീഎസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ റീസ്റ്റെബിലൈസേഷൻ ദറ്റ് ഫോളോസ് എ ഡിസ്റ്റർബൻസ് ഇൻ ആൻ ഏരിയ വേർ ലൈഫ് ഹാസ് ഫോംഡ് ആൻ ഇക്കോസിസ്റ്റം. അങ്ങനെയുള്ള സ്ഥലത്ത്, നേരത്തെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായി,
നശിച്ചുപോയി അവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ റീസ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. നമുക്കിത് രണ്ടും എന്താണ് എന്നും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും നമുക്ക് കാണാം. ഇത് രണ്ടും ചേർത്ത് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷനൊരു ഡെഫിനേഷൻ പറയണം. ഡെഫിനേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് ദ നാച്ചുറൽ ഗ്രാഡുവൽ ചേഞ്ചസ് ഇൻ ദ ടൈപ്പ് ഓഫ് സ്പീഷീസ് ദാറ്റ് ലിവ് ഇൻ ആൻ ഏരിയ. ഇറ്റ് ക്യാൻ ബി പ്രൈമറി ഓർ സെക്കൻഡറി. ഇതാണ് ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാവുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഡുവൽ ചേഞ്ച് ഇൻ ദ ടൈപ്സ് ഓഫ് സ്പീഷീസ് ദാറ്റ് ലിവ് ഇൻ ആൻ ഏരിയ. ഇപ്പോൾ ഉള്ള സ്പീഷീസ് എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ കാണുക, കുറേ നാളോടെ കഴിയുമ്പോൾ ആ സ്പീഷീസുകളായിരിക്കത്തില്ല കാണാൻ, മറ്റൊരു സ്പീഷീസിൻ്റെ കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരു ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റെബിലൈസ്ഡ് സിസ്റ്റം ഉണ്ടാവുകയും അവിടുത്തെ സ്പീഷീസ് കോമ്പോസിഷന് വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിനെയാണ് ഈ ചേഞ്ച് ചെയ്ത് സ്പീഷീസ് അപ്പിയർ ചെയ്യുകയും അതിനനുസരിച്ച് ആ ഇക്കോസിസ്റ്റത്തിൻ്റെ കോമ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു സക്സഷൻ സ്റ്റേജിലാണെന്ന് പറയാം. ആ പ്രോസസ്സിനെയാണ് മാറി വന്ന് സ്റ്റെബിലൈസ്ഡ് ആവുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്. അത് പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം. മറ്റൊരു തരത്തിൽ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് ദ ഗ്രാഡുവൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ പ്ലാന്റ് കമ്മ്യൂണിറ്റി ബൈ അനദർ ത്രൂ നാച്ചുറൽ പ്രോസസ് ഓവർ ടൈം. പ്ലാന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റ്സ് ആണ് എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിറ്റി അനാലിസിസ് ബേസിക്കലി നമ്മൾ നടത്താറുള്ളത് പ്ലാന്റ്സിനെ ബേസ് തന്നെയാണ്. അപ്പോൾ ഒരു പ്ലാന്റ് കമ്മ്യൂണിറ്റി ഗ്രാഡുവലായിട്ട് റീപ്ലേസ് ചെയ്യുകയും ബൈ അനദർ കമ്മ്യൂണിറ്റി പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട് എന്ന് ഓർക്കുക, കമ്മ്യൂണിറ്റി റീപ്ലേസ് ചെയ്യുകയും ഈ നാച്ചുറൽ പ്രോസസ്സ് ഓവർ ടൈം നടക്കുന്ന ഈ നാച്ചുറൽ പ്രോസസ്സിനെയാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത് എന്നൊരു ഡെഫിനിഷനുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ട് നമുക്ക് ഈ പ്രൈമറി സക്സഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഉദാഹരണത്തിന് ഒരു പുതുതായിട്ടുള്ള ലാൻഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഒരു പുതുതായിട്ട് കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ദ്വീപാവാം. അവിടെ പ്ലാന്റ്സ് ഒന്നുമില്ല, എക്കലും മണ്ണും പിന്നെ കടലിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളും മാത്രമേ ഉള്ളൂ. ചിലപ്പം മണ്ണ് പൊന്തി വന്നതാവാം. അങ്ങനെയുള്ള ദ്വീപുകൾ അപ്പിയർ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലാവ ഒഴുകിപ്പരന്ന് ഡ്രൈ ആയി കിടന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങളെടുത്താണ് അതൊന്ന് സ്റ്റെബിലൈസ്ഡ് ആവുക. മണ്ണ് വെതർ ചെയ്ത് ആ ലാവ ഉറച്ച് പിന്നത് വെതർ ചെയ്ത് പൊടിയായി സോയിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ സക്സഷൻ ആരംഭിക്കുന്നു. അങ്ങനെ നേരത്തെ ജീവികൾ വളർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ ജീവികൾ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് പുതുതായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എവിടെയായിരിക്കും പ്രൈമറി സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്വാഭാവികമായും അവിടെ മണ്ണില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. മണ്ണ് ഇല്ലാത്ത സാഹചര്യം എന്ന് വെച്ചാൽ മണ്ണ് എന്ന് പറയുന്നത് എന്താണ്? സോയിൽ പാർട്ടിക്കിൾസ് അതേപടി ഉണ്ടെങ്കിലാണ് നമ്മൾ സോയിലുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോക്കാണുള്ളത് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വോൾക്കാനോ ആണെങ്കിൽ തന്നെ അവിടെ റോക്കാണുള്ളത്. സോയിലില്ലാത്ത ഒരവസ്ഥയാണ് ആദ്യം തുടങ്ങുന്നത്. അവിടെ നൈട്രജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു, ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു, വോൾക്കാനിക് ആഷസ് ഉണ്ടാവും, അത് സെഡിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു സോയിൽ ഫോം ചെയ്ത് തുടങ്ങുന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. അല്ലെങ്കിൽ ഒരു റോക്കി സർഫസ്, ഒരു അടർന്നു പോയ ഒരു റോക്കിൻ്റെ പ്രതലം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യമായിട്ട് ന്യൂട്രിയൻസ് ഉണ്ടാവില്ല. ന്യൂട്രിയൻസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ മഴയിൽ വെതർ ചെയ്യണം, റോക്ക് വെതർ ചെയ്യണം, സോയിൽ ഉണ്ടാവണം. അപ്പോൾ ഈ സോയിൽ ഫോർമേഷൻസ് ആയി, അപ്പോൾ സോയിൽ ഉണ്ടായതിന് ശേഷമേ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നില്ല. ഈ റോക്ക് സർഫസിൽ പോലും നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആദ്യത്തെ ഓർഗാനിസംസ് അപ്പിയർ ചെയ്യുന്നു. ആ ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുക പയനിയർ കമ്മ്യൂണിറ്റീസ് എന്നാണ്. പയനിയേഴ്സ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയാം, അല്ലെങ്കിൽ പയനിയേഴ്സ് ഓഫ് ദ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ദർ ആർ സം ഓർഗാനിസംസ് ആൻഡ് ബെസ്റ്റ് എക്സാമ്പിൾസ് ആർ ദ ലൈക്കൻസ്. നിങ്ങൾ മരത്തിൻ്റെ തടി നോക്കുക, അല്ലെങ്കിൽ ഒരു പാറ, ഒന്നുമില്ലാത്ത ഒരു പാറയുടെ സർഫസ് നോക്കുക, അവിടെ നിങ്ങൾക്ക് ലൈക്കൻസ് പിടിച്ച് നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് മോസസ് പിടിച്ച് നിൽക്കുന്നത് കാണാം. ബ്രയോഫൈറ്റ്സിൻ്റെ മെമ്പേഴ്സ് പിടിച്ച് നിൽക്കുന്ന പായൽ പിടിച്ച് കിടക്കും നമ്മൾ പറയും, മോസസ് അപ്പിയർ ചെയ്യുന്നത് കാണാം. കിണർ വെട്ടിയിട്ട് കിണറിൻ്റെ കൈവരി കെട്ടിയിട്ട് അതിനകത്ത് നോക്കുക, സിമെൻറ്റും മണലും മാത്രമുള്ള ആ സർഫസിൽ ആദ്യം പിടിച്ച് നിൽക്കുന്ന ആരാണ്? ഈ മോസുകളാണ്, പായൽ നമ്മൾ വിളിക്കുന്ന മോസുകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ പയനിയറിങ് സ്പീഷീസാണ് ആദ്യം അപ്പിയർ ചെയ്യുക.
ഈ പയനിയറിങ് സ്പീഷീസ് സോയിൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സോയിൽ ഉണ്ടായതിനു ശേഷം മാത്രമല്ല സക്സഷൻ ആരംഭിക്കുന്നത്, ഈ ബെയർ സർഫസിൽ തന്നെ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ബെയർ റോക്ക്, രണ്ടാമത് ലൈക്കൻസ്, മൂന്നാമത് മോസസ്, നാലാമത് ഈ മോസസിൻ്റെ സ്റ്റേജും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കല്ല് കെട്ടിയ ഒരു ഭിത്തി ഓർത്താലും മതി. അവിടെ ഈ മോസസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഏതാണ്? പൈലിയ തുടങ്ങിയുള്ള ഹെർബ്സ്, ചെറിയ ഹെർബുകൾ വളർന്നു വരും. ഹെർബ്സ് ആൻഡ് ഗ്രാസസ്, വീഡ്സ് വളർന്നു വരും. ഇതും കഴിഞ്ഞിട്ടാണ് ഷ്രബ്സ് വരിക. ഹെർബ് പിന്നെ ഗ്രാസസും കഴിഞ്ഞിട്ടാണ് അവിടെ കുറ്റിച്ചെടികൾ വളർന്നു വരിക, ഷ്രബ്സ് വളരുക. ഷ്രബ്സ് വരുന്നതിന് ശേഷമാണ് സ്മോൾ ട്രീസ് വളരുന്നതും ലാർജ് ട്രീസ് അപ്പിയർ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ സ്റ്റേജിലാണ്. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് ലാർജ് ട്രീസ് വളർന്നു കഴിഞ്ഞാൽ ആ ലാർജ് ട്രീസിൻ്റെ താഴെ കനോപ്പി, അടുത്ത കനോപ്പി ഫോം ചെയ്യും, അടുത്ത ലെയർ ഫോം ചെയ്യും, താഴെ ഹെർബ്സ് ഷ്രബ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു ഫോറസ്റ്റ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് പതുക്കെ ചെന്നെത്തുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ്, അതാണ് നമ്മൾ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ ആണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്. ഇതൊരു നോർമൽ പ്രൈമറി സക്സഷൻ ഓൺ ലാൻഡ് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് അല്ലേ, ലാൻഡിൻ്റെ സർഫസിലുള്ള ഒരു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുപോലെ ഏത് സ്ഥലത്തെയും സക്സഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ലിത്തോസീർ എന്ന് പറയുന്ന റോക്ക് സർഫസിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാൻഡിൽ തന്നെ സാമോസീർ എന്ന് പറയുന്ന സാൻഡ് ഏരിയാസിൽ ഉണ്ടാകുന്ന സക്സഷൻ സംഭവിക്കാം. വാട്ടറിൽ വരുമ്പോൾ ഹാലോസീർ, അതായത് സാൾട്ട് വാട്ടറിൽ ഉണ്ടാകുന്ന സക്സഷൻ, അതുപോലെ ഹൈഡ്രോസീർ, അത് ഫ്രഷ് വാട്ടറിൽ ഉണ്ടാകുന്ന സക്സഷൻ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തങ്ങളായ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ എല്ലാം ഈ സക്സഷൻ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്നവയ്ക്കെല്ലാം ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് നമ്മൾ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണും. നമ്മൾ ഇന്ന് ഈ സക്സഷൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് കാണുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ ഓരോ സക്സഷനും ഹൈഡ്രോസീർ എന്താണ്, ലിത്തോസീർ എന്താണ്, ഹാലോസീർ എന്താണ് എന്ന് വിശദമായിട്ട് കാണും. സീർ എന്ന വാക്ക് ഓർത്തിരിക്കുക. ലിത്തോസീർ എന്ന് വെച്ചാൽ സീറിക് സ്റ്റേജ് എന്നാണ് അർത്ഥം. സീറിക് സ്റ്റേജ് സക്സഷൻ സ്റ്റേജസ് എന്നുള്ളതാണ്. ഇനി സെക്കൻഡറി സക്സഷൻ എന്താണ്, പിന്നെ മറ്റ് ചില ക്ലാസിഫിക്കേഷൻ, ചില ടെക്നിക്കൽ ടേംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് മാത്രം ഇന്ന് നമുക്ക് കാണാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്താണ് ഈ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഒക്കേഴ്സ് ഓൺ എ പ്രീവിയസ്ലി ഓക്യുപ്പൈഡ് സൈറ്റ് ഫോളോയിങ് ഡിസ്റ്റർബൻസ്. അതായത് ഓൾറെഡി ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു കാട്ടുതീ ഉണ്ടാകുന്നു. കാട്ടുതീ ഉണ്ടാകുമ്പോൾ നേരത്തെ നമ്മൾ വോൾക്കാനോ പറഞ്ഞപ്പോഴും കാട്ടുതീ പറഞ്ഞപ്പോഴും ഒരു വ്യത്യാസമുണ്ട്. വോൾക്കാനോ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിന് വർഷങ്ങൾ ആ ലാൻഡ് യൂസ്ലെസ് ആയി കിടക്കുകയാണ്. ആ മണ്ണിൻ്റെ സർഫസിലുണ്ടായിരുന്ന മുഴുവൻ കരിഞ്ഞു പോവുകയാണ്. വളരെ ഉയർന്ന ടെമ്പറേച്ചറാണ്, അവിടെ മുഴുവൻ കരിഞ്ഞു പോവുകയാണ്. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വളരെ കനത്തിൽ ഈ ലാവ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അത് തിളച്ച മെറ്റൽസാണ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ളവയാണ്. പതുക്കെയാണ് അത് തണുത്ത് തുടങ്ങുന്നത്, അല്ലേ? ഈ വോൾക്കാനോടൊപ്പം വരുന്ന ആഷ് എന്ന് പറയുന്നത് വർഷങ്ങളെടുത്തേക്കാം അത് സെഡിമെൻറ്റ് ചെയ്യാൻ. നിരവധി മഴകൾക്ക് ശേഷമായിരിക്കും അത് കംപ്ലീറ്റ് സെറ്റിലാവുന്നത്. അതായത് അവിടെ ലൈഫ് ഫോംസ് ഒന്നുമില്ലാത്ത സാഹചര്യമാണ്. അവിടെയാണ് പ്രൈമറി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഒരു കാട്ടുതീ അങ്ങനെയല്ല. ഒരു കാട്ടുതീ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബോറിയൽ ഫോറസ്റ്റൊക്കെ പറഞ്ഞപ്പോൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. കാട്ടുതീ എന്ന് പറയുന്നത് നോർമൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റി മുഴുവൻ നശിച്ചുപോയി. പക്ഷേ അവിടെ ഒരു 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 പയനിയർ കമ്മ്യൂണിറ്റി വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ഓർഗാനിക് മെറ്റീരിയൽ മുഴുവൻ കത്തിത്തീർന്ന് ചാമ്പലായി അല്ലെങ്കിൽ ആഷായി അവിടെ കിടക്കുകയാണ്. ആ ന്യൂട്രിയൻസ് മുഴുവൻ അവിടെ തന്നെയുണ്ട്. ഇനി ഏറ്റവും പുറമേയുള്ള തോട് മാത്രം കത്തിക്കരിഞ്ഞ സീഡ്സ് അവിടെയുണ്ട്. അവിടെ അവയ്ക്ക് അടുത്ത മഴയിൽ പൊട്ടി മുളച്ചാൽ മാത്രം മതിയാവും. അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റി മുഴുവൻ നശിച്ചു പോയി. പക്ഷേ ഈ ഒരു പൈനിയർ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ലൈക്കൻസ്ഡ് സ്റ്റേജിന് വേണ്ടി ദീർഘകാലം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമില്ല അവിടെ. മറിച്ച് ഈ പ്രൈമറി സക്സഷൻ്റെ തന്നെ ഒരു ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് നേരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ ഈ സെക്കൻഡറി സക്സഷൻ സാധിക്കും. ചിലപ്പോൾ അത് ഗ്രാസസ് ആയിരിക്കും മുളച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്മോൾ ട്രീസിൻ്റെ സീഡ്സ് ആയിരിക്കും. അവിടെ ഏതാണോ ഉള്ളത് അതായിരിക്കും.
ഇനി സീഡ്സ് ഒന്നും അവശേഷിക്കുന്നുള്ളതുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സീഡ് വന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ മുളച്ച് തുടങ്ങും. കാര്യം അവിടെ ന്യൂട്രിയൻസ് ഉണ്ട്, സോയിലുണ്ട്, വെള്ളം കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെയർ ദ വെജിറ്റേഷൻ കവർ ഹാസ് ബീൻ ഡിസ്റ്റർബ്ഡ് ബൈ ഹ്യൂമൻസ് ഓർ ആനിമൽസ് ഓർ സം അതർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. വിൻഡ്, സ്റ്റോംസ് ആവാം, ഫ്ലഡ്സ് ആവാം, എന്ത് വേണേലാവാം. സെക്കൻഡറി സെക്ഷൻ ഈസ് യൂഷ്വലി മോർ റാപ്പിഡ് ആസ് കോളനൈസിങ് ഏരിയ ഈസ് റിച്ച് ഇൻ ലെഫ്റ്റ് ഓവർ സോയിൽ, അല്ലേ, ആവശ്യത്തിന് മണ്ണ് അവിടെ ഉണ്ട്, ഓർഗാനിക് മാറ്റർ ഉണ്ട്, ആൻഡ് ദ സീഡ്സ് ഓഫ് ദ പ്രീവിയസ് വെജിറ്റേഷൻ, നേരത്തെ ഉള്ള വെജിറ്റേഷൻ്റെ സീഡ്സ് അവിടെ ഡെപ്പോസിറ്റ് കിടപ്പുണ്ട്. ഓൾറെഡി വെജിറ്റേഷൻ മുഴുവൻ നശിച്ചു പോയെങ്കിലും സീഡ്സ് അവിടെ കിടപ്പുണ്ട്. വേറാസ് ഇൻ പ്രൈമറി സക്സഷൻ ദ സോയിൽ ഇറ്റ് സെൽഫ് മസ്റ്റ് ബി ഫോംഡ്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ ചോദിച്ചാൽ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കണം. വളരെ സിമ്പിളായ കാര്യമാണ്. പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും സോയിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നടക്കുന്ന പ്രോസസ്സും, സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന സക്സഷനുമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിച്ച് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ സീഡ്സ് പലതും അവിടെ ഉണ്ടാവും, ചില സീഡ്സ് പുറത്തുനിന്ന് വരുന്നുണ്ടാകാം. എങ്കിലും സെക്കൻഡറി സക്സഷനിൽ നമ്മൾ ഈ പ്രൈമറി സക്സഷൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേജിലേക്ക് നേരിട്ട് അങ്ങ് കയറാൻ പറ്റുന്നു ഈ സെക്കൻഡറി സക്സഷനിൽ എന്ന് ഓർത്താൽ മതി. നമുക്കത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനും പറയാനും സാധിക്കും. ഇനി വ്യത്യസ്തങ്ങളായ മറ്റ് 1-2 സക്സഷൻസ് ഉണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സീസണൽ സക്സഷൻസ് എന്ന് പറയുന്നതാണ്, സൈക്ലിക് സക്സഷൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ 2 കോൺസെപ്റ്റിലും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ലീഡിങ് ടു എ ക്ലൈമാക്സ് എന്നുള്ള കോൺസെപ്റ്റായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് വ്യത്യസ്തമായ കോൺസെപ്റ്റാണ്. അതായത് ഇവിടെ സൈക്ലിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ സീസണൽ സക്സഷനാണ്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ സക്സഷൻ എല്ലാം കാണാൻ പറ്റും. ഹെർബ്സിൻ്റെ സ്റ്റേജ്, ഷ്രബ്സിൻ്റെ സ്റ്റേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ എൻവയോൺമെൻറ്റൽ ചേഞ്ച് കൊണ്ട് ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മ്യൂണിറ്റി നശിച്ചു പോകുന്നു. വീണ്ടും ഇതേ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളോടെ ഇത് ആവർത്തിക്കുന്നു. അത് ഓരോ സീസണിലും ആവർത്തിക്കുന്നതാവാം, അല്ലെങ്കിൽ കുറേയേറെ സീസൺസ് കഴിയുമ്പോൾ ആവർത്തിക്കുന്നതാവാം. ഉദാഹരണത്തിന് കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നിടത്ത് വെള്ളം എപ്പോഴും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കോസ്റ്റൽ ഏരിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു സെക്കൻഡറി സക്സഷന് കാരണമാകുന്ന കാര്യമല്ല. ഇപ്പോൾ ഫ്ലഡ് കോമൺ അല്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു നൂറ്റാണ്ട് കൂടുമ്പോൾ ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് വെള്ളം കയറി എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ സക്സഷൻ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളതിന് സെക്കൻഡറി സക്സഷൻ എന്ന് വിളിക്കും. പക്ഷേ വെള്ളം എല്ലാ വർഷവും കയറുന്ന ഒരു തീരപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതൊരു ഒരു 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 സെക്കൻഡറി സക്സഷൻ എന്നൊരു ആവശ്യമില്ല. അവിടുത്തെ പ്ലാന്റ്സ് അഡാപ്റ്റഡ് ആയിരിക്കുന്നത് തന്നെ അത്തരം ഒരു കണ്ടീഷന് വേണ്ടിയാണ്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഒരു അൺലൈക്ക് സെക്കൻഡറി സക്സഷൻ, ദീസ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ചേഞ്ച് ആർ നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഡിസ്റ്റർബൻസ് ബട്ട് ആർ പീരിയോഡിക് ചേഞ്ചസ് അറൈസിങ് ഫ്രം ഫ്ലക്ച്വേറ്റിംഗ് സ്പീഷീസ് ഇൻട്രാക്ഷൻസ് ഓർ റിക്കറിങ് ഇവൻറ്റ്സ്. ഇതുപോലെ ഫ്ലഡ് പോലെ, നോർമലായിട്ടുള്ളൊരു ഫ്ലഡ് പോലെ, വേലിയേറ്റം പോലെ, അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ ചാക്രികമായ മാറ്റങ്ങൾ പോലെ, ഒരു വയൽ, ആ വയലിൽ ഒരു സീസണിൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് വളരുന്നു, അടുത്ത പ്രാവശ്യം വെള്ളം കയറുന്നു, അത് മുഴുവൻ നശിക്കുന്നു, അടുത്ത ഘട്ടത്തിൽ മറ്റൊരു സ്പീഷീസ് വളരുന്നു, അടുത്ത സീസണിൽ ആദ്യത്തെ സ്പീഷീസ് തന്നെ വീണ്ടും വളരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വയൽ പ്രദേശങ്ങളിലും ഇത്തരം ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഒരു ടൈമിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിരിക്കും കാണുക. അടുത്ത ഒരു സ്റ്റേജിൽ തുലാവർഷം കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും, കാലവർഷം കഴിയുമ്പോൾ മറ്റൊരു കമ്മ്യൂണിറ്റി കാണാൻ പറ്റും. അപ്പോൾ അവിടെ സക്സഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സക്സഷൻ എന്ന് പറയുന്നത് സൈക്ലിക്കാണ്. അപ്പോൾ ഇതൊരു മോഡിഫിക്കേഷൻ ഓഫ് സക്സഷൻ കോൺസെപ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതൊരു ക്ലൈമാക്സിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നില്ല. അടുത്ത ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ അടുത്ത ഇവൻറ്റിൽ തന്നെ സംഭവിക്കുകയാണ്. വീണ്ടും ഈ സക്സഷൻ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? സോ ഇറ്റ് ഈസ് എ സൈക്ലിക് ഇവൻറ്റ് ഓർ ഡൈനാമിക് ഇവൻറ്റ് എന്ന് നമുക്ക് പറയാം. ഒരു ക്ലൈമാക്സിലേക്കുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സീസണൽ സക്സഷൻ്റെ അല്ലെങ്കിൽ സൈക്ലിക് സക്സഷൻ്റെ പ്രത്യേകത. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് സൈക്ലിക് സക്സഷൻ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് പ്രൈമറി സെക്ഷനായിട്ടും സെക്കൻഡറി സെക്ഷനായിട്ടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്നുള്ളത് ഓട്ടോജനിക് സക്സഷൻ എന്നുള്ളതാണ്. ഓട്ടോജനിക് സക്സഷൻ എന്ന് വെച്ചാൽ സക്സഷൻ കോസ്ഡ് ബൈ ആൻ ഓർഗാനിസം ഓർ എ പർട്ടിക്കുലർ സ്പീഷീസ് ഓർ ഓർഗാനിസംസ്, ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ.
ഉദാഹരണത്തിന് നോർമലായ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി പോലെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സീഡ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ സാധാരണ ഒരു ഫോറസ്റ്റ്, നമ്മുടെ സങ്കല്പത്തിലുള്ള സാധാരണ ഒരു ഫോറസ്റ്റ് നിൽക്കുമെന്നിരിക്കട്ടെ. അവിടെ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിക്ക് എത്തിയാണ്. ഒരു ബെയർ ലാൻഡായിരുന്നു, അവിടെ റോക്ക് സർഫസ് ആയിരുന്നു, അവിടെ ഗ്ലൈക്കൻസ് വന്നു, നേരത്തെ പറഞ്ഞ പോലെ ബ്രയോഫൈറ്റ്സ് വന്നു, പിന്നെ ഹെർബ്സ് വന്നു, ഗ്രാസസ് വന്നു, ഷ്രബ്സ് വന്നു, ട്രീസ് വന്നു. ഇപ്പോൾ കുറേ ട്രീസ് അവിടെ ഉണ്ട്, ഒരു നോർമൽ സൈസുള്ള ട്രീസ് അവിടെയുണ്ട്. പക്ഷേ അവിടെ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം, ഒരു പർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. അതായത് ഒരു 1-2 ആൽമരങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ലാർജ് ട്രീസ് എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ ഈ ലാർജ് ട്രീസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെ ഒരു സക്സഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അല്ലെങ്കിൽ അലീലോപ്പതിക് ഫിനോമിനൻ, അതായത് അലീലോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് മറ്റ് സ്പീഷീസിൻ്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യുന്നതുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു നല്ല ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിലേക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച കടന്നു വരുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് ഈ അലീലോപ്പതി ഉള്ള സ്വഭാവമുള്ളതാണ്. അലീലോപ്പതി കൊണ്ട് ചുറ്റും മറ്റ് ചെടികൾ വളരാൻ സമ്മതിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിക്ക് ചേഞ്ച് വരുന്നു. കമ്മ്യൂണിറ്റി ചേഞ്ച് വന്നാൽ സക്സഷനായി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് തന്നെയുള്ള സ്പീഷീസിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. ഇറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ചേഞ്ചസ് ഇൻ ദ സോയിൽ കോസ്ഡ് ബൈ ഓർഗാനിസംസ് ദെയർ. ദീസ് ചേഞ്ചസ് ഇൻക്ലൂഡ് അക്യുമുലേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദ ലിറ്റർ, അതാവാം, വേരിയസ് ഫാക്ടേഴ്സ് ആവാം. ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഓട്ടോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. ഇതൊരു എക്സ്ട്രീം കേസാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെയും ഈ സക്സഷൻ ആവശ്യമായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഓർഗാനിസംസിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ലിറ്ററിങ് ഉള്ള ട്രീസ്, പ്ലാന്റ്സ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ഒരുപാട് ഓർഗാനിക് മാറ്റർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഓർഗാനിക് മാറ്റർ സക്സഷന് കാരണമായി തീരുകയും ചെയ്യും. അല്ലെങ്കിൽ ബേഡ്സ്, ഒരുപാട് ബേഡ്സ് വന്ന് ചേക്കേറുന്ന മരങ്ങളുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ബേഡ്സിൻ്റെ എല്ലാം കാഷ്ടം മണ്ണിൽ വീഴുകയും അത് ഈ പ്ലാന്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയും ഒരു പുതിയ സക്സഷൻ അല്ലെങ്കിൽ ഒരു സക്സസീവ് ചേഞ്ചസിന് കാരണമായി തീരുകയും ചെയ്താൽ എല്ലാം അതിനവിടെ തന്നെയുള്ള ഓർഗാനിസംസ് തന്നെയാണ് സക്സഷന് വിധേയമായി തീരുന്നത്. അതിനെയാണ് നമ്മൾ ഓട്ടോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. ദ പ്ലാന്റ്സ് ദംസെൽവ്സ് ബ്രിങ് അബൌട്ട് ദ സക്സഷൻ. എന്നാൽ അലോജനിക് സക്സഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദർ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ആൻഡ് നോട്ട് ബൈ ദ വെജിറ്റേഷൻ. അവിടെയുള്ള വെജിറ്റേഷൻ വഴിയല്ല, അവിടെയുള്ള ഓർഗാനിസംസ് വഴിയല്ല, മറിച്ച് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വഴി ഉണ്ടാകുന്ന സക്സഷനെയാണ് നമ്മൾ അലോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം അതിന് കാരണമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചേഞ്ചസ് ഇൻ ദ സോയിൽ ക്യാരക്ടറിസ്റ്റിക് ഡ്യൂ ടു എറോഷൻ. മഴ പെയ്യുന്നു, മേൽമണ്ണ് ഒഴുകി പോകുന്നു, അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വെജിറ്റേഷൻ്റെ സ്ട്രക്ചർ മാറി പുതിയൊരു ടൈപ്പ് വെജിറ്റേഷൻ വളർന്നു തുടങ്ങുന്നു. ലീച്ചിങ് ഓർ ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഓഫ് സിൽറ്റ്, അല്ലെങ്കിൽ ക്ലേ ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. വെജിറ്റേഷനിലാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് വേരിയേഷൻ വഴിയാണെങ്കിൽ നമ്മൾക്ക് അതിനെ ഒരു അലോജനിക് സക്സഷൻ എന്ന് പറയാം. അതുപോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെയുള്ള ഒരു പർട്ടിക്കുലർ സ്പീഷീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കൊണ്ടുണ്ടാകുന്ന ചേഞ്ചാണ്. ഇതങ്ങനെയല്ല, ഒരു ന്യൂ സ്പീഷീസിൻ്റെ അപ്പിയറൻസ് സച്ച് ആസ് ഇൻസെക്ട്സ്, അല്ലെങ്കിൽ പോളിനേറ്റേഴ്സ്, അല്ലെങ്കിൽ ഗ്രേസിങ് ആനിമൽസ് ഒക്കെ അവിടെ പുതുതായിട്ട് പുറത്തുനിന്ന് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ, എക്സ്റ്റേണലാണ്, ഇൻറ്റേർണൽ അല്ല, എക്സ്റ്റേണലായിട്ടുള്ള ഓർഗാനിസംസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ചേഞ്ചസ് ഉണ്ടാക്കും. ഇങ്ങനെ ആ സിസ്റ്റത്തിന് പുറത്തുനിന്നുണ്ടാകുന്ന എന്തും നമുക്ക് അലോജനിക് എന്ന് വേണമെങ്കിൽ പറയാം. പുറമേ നിന്ന് എന്ന അർത്ഥത്തിലാണ് അലോജനിക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ, മറ്റൊരു കോൺസെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പ്രോഗ്രസീവ് സക്സഷൻ ആൻഡ് റിട്രോഗ്രസീവ് സക്സഷൻ എന്നുള്ളതാണ്. പ്രൈമറി സക്സഷൻ, സെക്കൻഡറി സക്സഷൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞു വെച്ചത് പ്രോഗ്രസീവ് സക്സഷനാണ്. അതായത് ഒരു ക്ലൈമാക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സഷൻ. എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. വേർ ദ കമ്മ്യൂണിറ്റി ബിക്കംസ് കോംപ്ലക്സ് ആൻഡ് കണ്ടെയ്ൻസ് മോർ സ്പീഷീസ് ആൻഡ് ബയോമാസ് ഓവർ ടൈം ആണെങ്കിൽ നമുക്കതിനെ പ്രോഗ്രസീവ് സക്സഷൻ എന്ന് പറയാം. നമ്മളിതുവരെ പറഞ്ഞ പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും പ്രോഗ്രസീവ് സക്സഷനാണ്. എന്നാൽ റിട്രോഗ്രസീവ് സക്സഷൻ ആണെങ്കിൽ വേർ ദ കമ്മ്യൂണിറ്റി ബിക്കം തിൻ ഓർ മോർ സിംപ്ലിസ്റ്റിക് വിത്തൗട്ട് എനി കോംപ്ലക്സിറ്റി, fewer species than earlier, less biomass than earlier. ഇതിനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് റിട്രോഗ്രസീവ് സക്സഷൻ എന്ന് പറയാം. ഇത് അലോജനിക് സക്സഷൻ ആവാം. അലോജനിക് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന്
ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഡ്രൗട്ട് ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അവിടെ ഒരു നദി, ഒരു തടാകം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പുഴ ഉണ്ടായിരുന്നു, അത് പറ്റിപ്പോയി. സ്വാഭാവികമായിട്ടും അവിടുത്തെ പല സ്പീഷീസും ഉണങ്ങിപ്പോവും. അവിടെ സക്സഷൻ സംഭവിക്കുന്നു, ഒരു ഡ്രൈ ലാൻഡായിട്ട് മാറുന്നു. അത് ഒരു റിട്രോഗ്രസീവ് സക്സഷനാണ്. ഡാമുകൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള സക്സഷൻ നോക്കുക. നിറഞ്ഞൊഴുകിക്കൊണ്ടുള്ള റിവേഴ്സിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റിവറിൻ്റെ വെള്ളം ഒഴുക്ക് കുറയുന്നു. അതിൻ്റെ വശങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന വെജിറ്റേഷനും ഡാം വന്നതിന് ശേഷമുള്ള വെജിറ്റേഷനും എടുത്ത് നോക്കുക, നമുക്ക് ആ സക്സഷൻ കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നത് നന്നായിട്ട് വളർന്നു നിന്ന ഡൈവേഴ്സായ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയിരുന്നു ആ വഴിയരിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ആ നദി ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് വന്നു ചേറിയ കുറേയേറെ ഗ്രാസസും അല്ലാതെ സൈഡിലുള്ള മറ്റ് ഫോറസ്റ്റ് ടൈപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സോ ദിസ് ഈസ് എ റിട്രോഗ്രസീവ് സക്സഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലവും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് മൂലവും റിട്രോഗ്രസീവ് സക്സഷൻ സംഭവിക്കാം. കോംപ്ലക്സ് ആയിൽ നിന്ന് സിമ്പിളായ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സക്സഷൻ നടക്കുകയാണെങ്കിൽ, നമ്മളതിനെ റിട്രോഗ്രസീവ് സക്സഷൻ എന്ന് പറയും. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് ഡീപ്പായിട്ട് നമുക്കിതിലേക്ക് പോകാം. ക്ലമൻറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ക്ലമൻറ്റ് 1916. അപ്പോൾ വളരെ ഏർലി സ്റ്റഡിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സക്സഷനെ പറ്റി കുറച്ച് ക്ലാസിക്കൽ ഇക്കോളജിക്കൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ തിയറി അനുസരിച്ച് ഇക്കോളജിക്കൽ സക്സഷനിൽ ഈ പ്രധാനപ്പെട്ട ഫേസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ന്യൂഡേഷൻ എന്ന് പറയുന്നതാണ്. ന്യൂഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പൈനിയർ സ്പീഷീസ് വന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി റോക്കിൽ നിന്ന് സോയിൽ ഫോർമേഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ന്യൂഡേഷൻ എന്ന് പറയുന്നത്. സക്സഷൻ ബിഗിൻ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ബെയർ സൈറ്റ് കോൾഡ് ന്യൂഡേഷൻ ഓർ ഡിസ്റ്റർബൻസ്. ഇതാണ് ന്യൂഡേഷൻ. രണ്ടാമത് ഇൻവേഷൻ. ഇൻവേഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്പീഷീസ് ഇൻ ആൻ ഏരിയ മൈഗ്രേറ്റഡ് ഫ്രം അതർ സം ഏരിയ. മൈഗ്രേറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒരുപാട് വലിയ കോംപ്ലക്സ് കാര്യങ്ങൾ ആലോചിക്കേണ്ട. സീഡ്സ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അവിടെ ഗ്രോ ചെയ്യുന്നു എന്നുള്ള കരുതിയാൽ മതി. അതിൽ ഇൻവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൈഗ്രേഷൻ. ഇറ്റ് റിവേഴ്സ് ദ അറൈവൽ ഓഫ് പ്രൊപ്പഗ്യൂൾസ്. എക്സസിസ് വേർ ഇറ്റ് ഇൻവോൾവ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇനിഷ്യൽ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ. ദെൻ അഗ്രിഗേഷൻ, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ ഇൻവേഡഡ് സ്പീഷീസ്. ഇത് ഇത്രയാണ് ഇൻവേഷനിനകത്ത് വരുന്നത്. പിന്നെ കോമ്പറ്റീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. കോമ്പറ്റീഷൻ, ഈ ഇൻവേർഡ് ചെയ്ത് വന്ന ഇൻവേഷൻ നടത്തി വന്ന പ്ലാന്റ്സ് തമ്മിലും ഇത് അതിനകത്ത് തന്നെയും കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. എസ്റ്റാബ്ലിഷിന് വേണ്ടി, എന്തിനു വേണ്ടി? സ്പേസിന് വേണ്ടി, ന്യൂട്രിയൻസിന് വേണ്ടി, റിസോഴ്സസിന് വേണ്ടി. അപ്പോൾ ഈ കോമ്പറ്റീഷൻ. ദെൻ റിയാക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് കുറേയൊക്കെ നശിച്ചു പോകുന്നത്. കാരണം ഈ കോമ്പറ്റീഷൻ്റെ ഫലമായിട്ട് ഒരു സ്റ്റെബിലൈസേഷൻ സംഭവിക്കുന്നു. എല്ലാം നിലനിൽക്കുന്നില്ല, ഏറ്റവും അഡാപ്റ്റഡായവ മാത്രം അവിടെ നിലനിൽക്കുന്നു. ദെൻ സ്റ്റെബിലൈസേഷൻ. അങ്ങനെയുള്ളവ നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും. സ്റ്റെബിലൈസേഷൻ ലീഡ്സ് ടു ദ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഇതാണ് ക്ലമൻറ്റിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ഒന്നും വിശദമായിട്ട് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ക്ലമൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഈ സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ക്ലമൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് തന്നെ നമ്മൾ ഈ പറഞ്ഞ പൈനിയർ സ്റ്റേജ്, സീറർ കമ്മ്യൂണിറ്റിക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. പൈനിയർ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ സീർ വിച്ച് ഡോമിനേറ്റഡ് ബൈ ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ് എന്നുള്ളതാണ്, അല്ലേ? അവസരം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ്. സീർ ഓർ സീറൽ കമ്മ്യൂണിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ചേഞ്ചസ്, എ സെറ്റ് ഓഫ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് ഫൗണ്ട് ഇൻ ഇക്കോളജിക്കൽ സക്സഷൻ ഇൻ ആൻ ഇക്കോസിസ്റ്റം. സീറൽ കമ്മ്യൂണിറ്റി ഈസ് എ നെയിം ഗിവൺ ടു ഈച്ച് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വിത്തിൻ ദ സക്സഷൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ദ ഫൈനൽ സ്റ്റേജ് ഇൻ ദ സീർ വെർ ഓൾ സ്പീഷീസ് ആർ ഇൻ ബാലൻസ്. ദെൻ ദ ക്ലൈമാക്സ് റെപ്രസെൻറ്റഡ് എ കമ്മ്യൂണിറ്റി അറ്റ് സം ഇക്വിലിബ്രിയം ഓർ സ്റ്റഡി സ്റ്റേറ്റ് with the physical and biotic environment that continue to reproduce itself in the absence of disturbance എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ എവല്യൂഷനായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതൊരു ലാർജ് ഏരിയയിൽ ലാർജ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ആയിരിക്കും. അവിടെ ഒരു ജീൻ പൂളൊക്കെ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. ഓരോ പോപ്പുലേഷൻ്റെയും ഓരോ സ്പീഷീസിൻ്റെയും ജീൻ പൂളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രൈമറി സക്സഷൻ, സെക്കൻഡറി സക്സഷൻ, അതുപോലെ റിട്രോഗ്രസീവ് സക്സഷൻ, പ്രോഗ്രസീവ് സക്സഷൻ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു വെച്ച ആലോജനിക് സക്സഷൻ, ഓട്ടോജനിക് സക്സഷൻ, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ.
പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ നോട്ട്സ് ഇവിടെ വായിച്ചു വിടുക. താങ്ക് യു.